ഏൽപ്പിക്കുന്നില്ല. ഒരു മിനിറ്റ് വാർത്ത കൊടുക്കേണ്ടി വരും. രണ്ട് പ്രതികളെ സുഖമില്ലാത്ത ഒരാൾ വീട്ടിൽ തന്നെയാണ്, ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ആ പ്രതികൾ നമ്മൾ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിലവിൽ ഇപ്പോൾ അവർ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യം അല്ലാത്തതുകൊണ്ട് കേസിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് മൊത്തം 10 പ്രതികളാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 7 പ്രതികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, 2 പേര് സർവൈലൻസിലുണ്ട്. ഇനി ബാക്കിയുള്ള 4 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ട്. പ്രതികളെ ആരാണെങ്കിലും മനസ്സിലാക്കാനുണ്ട്. സർവീസിലുള്ള ഒരാൾ ഹോസ്പിറ്റലും മറ്റാൾ അയാൾ വീട്ടിൽ തന്നെയാണ്. അയാൾ അസുഖബാധിതനാണ്, കാലിൽ വ്രണവും മുറിവൊക്കെ ആയിട്ട് അസുഖബാധിതനാണ്. അപ്പോൾ അത് പോലീസ് സർവൈലൻസ് ഇട്ടിട്ട് ആവശ്യമായ സമയത്ത് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഉദ്ദേശം എങ്ങനെയാണ്? പ്രധാന പ്രതി ജിതിൻ തന്നെയാണ്. അല്ല, മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഈ പ്രജീഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലേക്കാണ് ഈ മന്ത്രവാദി അല്ലാതാണ് പൂജാരിയെ കൊണ്ടുവന്നിട്ടുള്ളത്, ജോത്സനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ പ്രജീഷിന് മുഖ്യ റോളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുൻപ് മർഡർ കേസിലൊക്കെ 2013 മർഡർ കേസിലൊക്കെ പ്രതിയാണ് ഈ പ്രജീഷ്. അപ്പോൾ അവരെ അവിടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ഗൂഢാലോചന നടത്തിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ ജിതിൻ എന്ന് പറഞ്ഞ ആൾക്ക് 2 കേസുണ്ട്. പ്രധാനപ്പെട്ട കേസല്ല. ഈ അറസ്റ്റായ ലേഡിക്ക് നിലവിൽ കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. അങ്ങനെ നമ്മുടെ രേഖകൾ പരിശോധിക്കുമ്പോൾ അവർക്ക് അത്തരത്തിലുള്ള കേസുള്ളതായിട്ട് അറിവായിട്ടില്ല. അങ്ങനെയാണ് അന്വേഷണം മനസ്സിലായിട്ടുള്ളത്. അത് അതിനെപ്പറ്റി ഇവർ തന്നെ നമ്മുടെ പ്രതീക്ഷ ഉൾപ്പെടുന്ന ആളുകൾ ഇവരെല്ലാം കൂടെ സംഘടിച്ച് വിളിച്ചു വരുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ. അതെ, ഒരു ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരു ലേഡിയുടെ ഇതിനകത്തുള്ളതായിട്ട് പറയുന്നുണ്ട്. ദിവ്യ എന്ന് പറഞ്ഞ ലേഡിയുടെ ഉള്ളതായിട്ട് പറയുന്നുണ്ട്. ലേഡിയെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, ഉള്ളതായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാക്കിയിട്ടില്ല ഇൻവെസ്റ്റിഗേഷനിൽ. അവരവിടെ നിന്ന് പോയി. ഇത് ഈ സംഭവം ഉണ്ടായ സമയത്ത് ഈ ജോത്സ്യൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ അവർ പീഡിപ്പിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് അവിടെ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി അന്വേഷിച്ചു വരുന്ന സമയത്താണ് ഇവർ ഇവിടെ സ്കാറ്റായിട്ട് ഓടിപ്പോയത്. പക്ഷേ ചിറ്റൂർ പോലീസിൽ വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടെ നടക്കുന്ന ക്രൈമിനെ പറ്റി ആ സമയത്ത് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ കണ്ട് ഓടിപ്പോയി. പോലീസ് അവിടെ അവരെ പ്രതി കിട്ടാത്ത അവർ തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ആണ് ഈ പരാതിക്കാരൻ കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞതിൻ്റെ സ്ഥാനത്തിൽ വീണ്ടും ഇവിടെ വന്ന് കേസെടുക്കുകയും ഇതിലെ നമ്മൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ സംശയകരമായ സാഹചര്യത്തിൽ നാട്ടുകാരെല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ചോദ്യം ചെയ്തിട്ടാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന കേസിലേക്ക് സാക്ഷിയെ തിരിച്ചറിയിച്ച് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവർ മദ്യലഹരിയിലായിരുന്നു എന്നുണ്ട്. പോലെ